ഉറപ്പാക്കുന്ന തരത്തിലുള്ള ധാരാളം പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായും അത് ഇതിനകത്തുണ്ടാവും. തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് കൃത്യമായ രീതിയിൽ ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നുള്ള ഒരു സൂചന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ശ്രീ എ ജി ജോർജ്, ആ നിലയ്ക്കാണോ ഈ വരാനിരിക്കുന്ന ബജറ്റിന്, ഇപ്പോൾ 1-ാം തീയതി അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റ് ഒരു ഇടക്കാല ബജറ്റാണ്, അതിനെ ഒരു ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇലക്ഷൻ പ്രചരണമായിട്ടാണോ അങ്ങ് കാണുന്നത്? അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. അവിടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സത്യമാണ്. കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിത്രവും ബി ജെ പിയുടെ പശ്ചാത്തലവും അങ്ങനെയാണ്. കാരണം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഫ്രീ ബീസ് എന്നൊരു വാക്കുണ്ട്. അതായത് ധാരാളം സൗജന്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി എറിഞ്ഞിട്ട് ആളുകളുടെ വോട്ട് നേടിയെടുക്കുക എന്നുള്ള ഒരു കുടിലമായ തന്ത്രമാണ് ബി ജെ പി എക്കാലവും സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു നാമമാത്രമായിട്ടുള്ള ഒരു ബജറ്റ് അല്ലെങ്കിൽ ഓട്ടോൺ അക്കൗണ്ടാണ് അവർ പാസ്സാക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും അതിനകത്തുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ സാധാരണയായി ബജറ്റിന് മുമ്പ് ഒരു എക്കണോമിക് സർവേ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യുന്ന പതിവുണ്ട്. അതുപോലും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന് പകരം ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് മാത്രമാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിലൊരു ന്യായീകരണം കൂടി ഉണ്ട് ശ്രീ എ ജി ജോർജ്. അതിൽ പറയുന്നത് അത് ഇത്തവണ ഉണ്ടാകുന്നത് ഒരു ഇടക്കാല ബജറ്റാണ്. അപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ എന്തായാലും ഒരു ജൂൺ മാസത്തോടു കൂടി വാർഷിക ബജറ്റ് വീണ്ടും അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് അത് അവതരിപ്പിക്കും എന്നുള്ള നിലയ്ക്കാണ് ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അവർ ചെയ്തത് സാങ്കേതികമായി കുറ്റമുണ്ട്, നിയമവിരുദ്ധമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് മുൻകാലങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ചോദ്യത്തിന് ഉത്തരമായി പറയാൻ ശ്രമിക്കുന്നത്, ഇത് സംശയം വേണ്ട, യാതൊരു തർക്കവും വേണ്ട, ഈ 2 മാസത്തിനകം നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഓട്ടോൺ അക്കൗണ്ടോ അല്ലെങ്കിൽ മിനി ബജറ്റോ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പോൾ ധാരാളം വാഗ്ദാനങ്ങൾ ഇപ്പോൾ കോരിച്ചൊരിയാൻ പോവുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ബജറ്റിനെ വിലയിരുത്തേണ്ടത്? മുൻകാലങ്ങളിൽ പുറപ്പെടുവിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചതായിട്ടുള്ള ബജറ്റിൽ എത്ര ശതമാനം കാര്യങ്ങൾ നടപ്പായിട്ടുണ്ട്, എത്ര വാഗ്ദാനങ്ങൾ സത്യസന്ധമായി പാലിച്ചിട്ടുണ്ട്, എത്ര സുതാര്യമായി ഇവർ നൽകിയതായിട്ടുള്ള വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഒരു ബജറ്റിന്റെ വിശ്വാസ്യത വിലയിരുത്തേണ്ടത് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു സത്യമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കൂ, ഇപ്പോൾ 9.25 അരയ്ക്കാൽ വർഷം തികയാൻ പോകുന്ന മോഡി ഗവൺമെന്റ് നാളിതുവരെ അവർ പ്രഖ്യാപിച്ചപ്പോൾ, ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ എന്താ പ്രഖ്യാപിച്ചത്? ഒരു വർഷം 2 കോടി ജോലി സാധ്യതകൾ ഉണ്ടാക്കും, ജോലി സൗകര്യങ്ങൾ ഉറപ്പാക്കും എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷമെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കുന്നതും എല്ലാ കണക്കുകളും ഉദ്ധരിച്ച് പറയുമ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെടുന്നതുമാണ്. എവിടെയാണ് 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞിട്ട് എവിടെ എത്തി? അതുപോലെ തന്നെ കുതിച്ചുയരുന്നതായിട്ടുള്ള ഇന്ധന വില അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടെന്നാണ് വിചാരം. 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കൊടുക്കുമെന്നുള്ള വാഗ്ദാനവുമായിട്ടാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നത്. ഇതൊന്നും മറന്നു പോകുന്ന ജനങ്ങളല്ല കുറച്ചുപേരെങ്കിലും എന്നുള്ള കാര്യം തിരിച്ചറിയണം. എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ പെട്രോളിന്റെ വില? 110 രൂപയോളം അടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ പാചകവാതക ഗ്യാസിന്റെ ഒരു വലിയ ഉജ്വൽ യോജന പദ്ധതി എന്നും പറഞ്ഞു കൊണ്ടുവന്ന് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരു സിലിണ്ടറും കൊടുത്തേച്ച് പോയതിനു ശേഷം പിന്നെ അവരുടെ പൊടി പോലും കാണാനില്ല. ഇപ്പൊ 1000 ചില്ലുവാനും രൂപ കൊടുത്ത ആ പാവപ്പെട്ട അമ്മമാർക്ക് എങ്ങനെയാണ് ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ കഴിയുക? എവിടെ പോയി ഗ്യാസിന്റെ സബ്സിഡി? എവിടെ പോയി കർഷകർക്ക് കൊടുത്ത രാസവളത്തിന്റെ സബ്സിഡി? നമ്മൾ കണ്ടതല്ലേ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കർഷക സമരം. എത്ര ആളുകളെയാണ് വണ്ടി കയറ്റിക്കൊന്നത്? എത്ര ആളുകളുടെ അവിടെ ജീവൻ നഷ്ടപ്പെട്ടു ആ സമരത്തിനിടയിൽ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ മണിപ്പൂരിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിയാണ് നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും കാണുന്നത്. കാരണം അവർക്ക് ഏത് തരത്തിലും ഒരു മൂന്നാം ഊഴം എന്ന് പറഞ്ഞാൽ
നമ്മൾ സംശയിക്കരുത്, അവർ 400 സീറ്റെങ്കിലും നേടി അധികാരത്തിൽ വരണമെന്നാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന ബുൾഡോസർ ഭരണം വേണമെന്നുണ്ടെങ്കിൽ സംഖ്യാപരമായ മേൽക്കോയ്മ വേണം. ആകപ്പാടെ 146 MP പ്രതിപക്ഷത്തുണ്ടെങ്കിൽ അവരെയെല്ലാം ഇറക്കി പുറത്താക്കി സസ്പെൻഡ് ചെയ്ത് നിർത്തിട്ട് വട ചുടുന്ന വേഗത്തിലല്ലേ ഇവിടെ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് പോകുന്നത്? ഇതാണോ ജനാധിപത്യം? ഇതാണോ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്? അവിടുത്തെ പ്രതിപക്ഷ MP ഒന്നും ഓടിളക്കി വന്നവരല്ല. 10 ലക്ഷം ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അവരെ പുറത്ത് നിർത്തിക്കൊണ്ട് നിയമങ്ങളൊക്കെ പാസ്സാക്കിക്കൊണ്ട് പോകുന്ന വേഗം നമ്മൾ കണ്ടു കഴിയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു പോയി. എവിടെയാണ് ഇന്ത്യയുടെ ജനാധിപത്യം? എങ്ങോട്ടാണ് പോകുന്നത്? അതുകൊണ്ട് ഇതൊക്കെ വളരെ ഗുരുതരമായ സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ ഈ പ്രതിഷേധമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അതിൻ്റെ പ്രതിവിധി എന്ന രീതിയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടാകും. ഞാനൊരു വാക്ക് ആവർത്തിക്കുന്നു, വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമാണ് 48 മണിക്കൂറിനകം ഉണ്ടാകാൻ പോകുന്നത്. അതിൽ എത്ര ശതമാനം നടപ്പാകും, എത്ര ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം വരും, ഇവിടുത്തെ കാർഷിക മേഖലയെ എങ്ങനെ ബാധിക്കും, തൊഴിലില്ലായ്മയ്ക്ക് എന്ത് പരിഹാരമുണ്ടാക്കും, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തിന് എന്ത് മേന്മയുണ്ടാകും, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കാണേണ്ടത്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഒന്നാമത്തെ ഭാഗത്തുനിന്ന് മാറാം. നമുക്ക് ഏറ്റവും വലിയ തൊഴിൽ നൽകുന്നതായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ MSME എന്ന് പറയുന്നത്. നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ. കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം ആ വ്യവസായങ്ങൾക്കുണ്ടായ പതനം നമ്മൾ കാണണം. അവിടെ എത്ര വ്യവസായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്? ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്താം. ബഹുമാന്യനായ പ്രധാനമന്ത്രി ഏതാണ്ട് 97-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചല്ലോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി. എത്ര കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്ത് വന്നു? എത്ര കോടി രൂപ അദ്ദേഹത്തിന്റെ യാത്രയ്ക്കായി പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചു? ഇതൊക്കെ തിരിച്ചറിയുന്നതായിട്ടുള്ള കുറെ ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് BJP തിരിച്ചറിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാഗ്ദാനങ്ങളുടെ പെരുമഴ ഉണ്ടാകും. അത് ഓൺ അക്കൗണ്ടിന്റെ പേരിലാണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻപിലുള്ള അജണ്ട എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അങ്ങ് ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്